നിനക്ക് എന്തിനാണ് നീ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നീ എന്തിനാണ് നീ എന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? നീ അന്ന് വഴിയിൽ വെച്ച് എന്നെ നീ തെറി വിളിച്ചിട്ട് പോയവനല്ലേ? പ്രശ്നം എന്താ പറഞ്ഞല്ലേ, എന്റെ വീടിനിപ്പം സുരക്ഷിതത്വം കുറവളിയാ. രമേശൻ ഭാസ്കരൻ നായരെ അതൊക്കെ പിന്നെ നോക്കാളെ. ഞാൻ കൂടെ വന്ന് കാണിച്ചു തരാം. ഭാസ്കരൻ നായരെ വസ്തു എനിക്കറിയാം. ഇതാണ് ഇങ്ങനെ നടക്കണ അല്ലെ, ഇങ്ങനെ കാണിക്കല്ലേ അല്ലേ, ഇത്രയും ദ്രോഹത്തനം കാണിക്കല്ലേ ഭാസ്കരൻ. എഴുതിക്കോട് മറന്നു ഭാസ്കരൻ. ഇത്രയും ദ്രോഹത്തനം കാണിക്കല്ലേ ഏട്ടാ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി തന്നെ. അതുകൊണ്ടാണ് നീ നാട്ടുകാരെ മുമ്പ് വെച്ച് എന്നെ തെറി വിളിച്ചിട്ട് പോയത്. എടാ എന്നിട്ട് ഞാൻ ആ ചെറുക്കനെ പറഞ്ഞു വിട്ട് നിന്നെയൊക്കെ രക്ഷിച്ച. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇത് ഈ കാര്യത്തിനും കൂടെ ഒന്നും എനിക്ക് നിന്റെ ഒരു കാര്യത്തിന് ഞാൻ ഇല്ലടാ ജയനിച്ചു. അങ്ങനെ പറയല്ലേ അറിയാം, പ്ലീസ് അല്ലേ. ഇപ്പൊ എന്താണ് വിഷയം? അവന്മാരെയൊക്കെ ജയിലിൽ കൊണ്ടിട്ടില്ലേ, പിന്നെ എന്താണ് കുഴപ്പം? അവന്മാര് ജയിലിൽ ചാടി ജയിലിൽ ചാടി വന്നാലോ? എന്താ ജയിലെന്ത് ടൂറിസ്റ്റ് പ്ലേസ് ചാടി വരെ? അതാ വീഗാല എന്റെ മറ്റേ ഇറങ്ങി ഇങ്ങനെ ചടങ്ങി വരെ. ഞാൻ ഇടയ്ക്ക് കണ്ട് 4 പേര് ജയിലിൽ ചാടിയെന്ന്, ഒരു ജയിലിൽ നിന്ന് വേറെ ഏതോ ജയിലിൽ. അപ്പൊ അതുപോലെ ഇത് അവന്മാർ ഇപ്പോഴും ഇതിൽ അവന്മാര് ചാടിയ അത് വേറെ ഏതോ രാജ്യത്ത് ചാടി. അത് നീ ഇവിടെ പേടിക്കണേന്ന്? നീ എന്റെ പിള്ളേരെ കിടക്കണം അവന്മാർ ചാടി വന്ന് എന്റെ പിള്ളേരെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്മാര് ജയിലിൽ നിന്ന് ചാടി നേരെ നിന്റെ പിള്ളേരെ അടുത്തല്ലേ വരുന്നത്? എന്റെ പിള്ളേരല്ലേ ആളിയാ അവന്മാരെ പിടിച്ചു കൊടുത്തത്. നിന്റെ പിള്ളേരല്ല, എന്റെ ചെറുക്കൻ കഷ്ടപ്പെട്ട് അവിടെ വന്ന് അവരെ അടിച്ചു വീഴ്ത്തി ഇത് ഏൽപ്പിച്ചു. ശരി, അപ്പൊ എന്റെ പിള്ളേർ കൂടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെ പിള്ളേരുണ്ടായിരുന്നു, നീ ബോധം കെട്ട് കിടക്കുന്നെന്ന് അവൻ പറഞ്ഞു. അതൊക്കെ വിടളിയാ. എനിക്ക് എന്റെ വീട്ടിൽ സുരക്ഷിതത്വം കൂട്ടാൻ എന്തെങ്കിലും വഴി. സുരക്ഷിതത്വം കൂട്ടാൻ എന്തൊരു വഴി? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അത് അളിയല്ലേ പറഞ്ഞ A to Z കാര്യങ്ങൾ അളിയൻ അറിയാം, ബുദ്ധിമാനാണെന്നൊക്കെ. അതൊക്കെ ശരി തന്നെ, അതൊക്കെ പൈസ തരുന്നവർക്ക് ഞാൻ ചെയ്തു. ഒരു പരിപാടി ഇല്ല. അത് പറ്റൂല. പിന്നെ നമുക്ക് എല്ലാം മുള്ളാണി വെച്ച് അടിച്ചാലോ? എടാ ജയ, ഈ മതിൽ കെട്ടുന്നത്, മുള്ളാണി വെച്ച് അടിക്കുന്നത്, ഇതൊക്കെ കഴിഞ്ഞത് മേശരിമാരെ പണിയാണ്. ഞാൻ ചെയ്യുന്നത് മേശരി പണിയല്ല. ഞാൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്, ഒരു പത്രപ്രവർത്തകനാണ്. മനസ്സിലായ? അല്ല, എൻ്റെ ജോലി അല്ല അവിടെ വന്നിരുന്ന് മുള്ളാണി അടിക്കുന്നത്. അല്ലേ, ഞാൻ ഒന്ന് അഭിപ്രായം ചോദിച്ചതല്ലേ. എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടാളിയാ ചോദിക്കാൻ? നീ ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് എന്റെ പിള്ളേരെ സുരക്ഷിതമായിട്ടിരിക്കണം. അതുകൊണ്ട് മുള്ളാണി അടിച്ചാൽ സുരക്ഷിതാവോ? ആവൂല. പിന്നെ എന്തിനാണ് നീ മുള്ളാണി അടിക്കണം? കറണ്ട് കൊടുത്താ ആർക്ക്? പിള്ളേർക്കാ? നീടെ എല്ലാണോ കൂടെ ചാവാനാ? അതല്ല, പിന്നെ മതില് കറണ്ട് കൊടുത്താലോ? മതിലിന് കറണ്ട് കൊടുക്കാനാ? ചെറുക്കാൻ നിക്കറ് കീറി പോയി എത്ര കറണ്ട് ആവുമെന്ന് അറിയാമോ? അത് ബില്ലടക്കാൻ നിന്റെ പൈസ ഉണ്ടോ? നിന്റെ ഒരുപാട് പൈസ. പിന്നെ ഒരുപാട് പൈസ ആവുമല്ലോ. ഇവിടെ വീട്ടിൽ ഒരു ബൾബ് ഇട്ടാൽ തന്നെ 100-150 രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ നീ ഒരു മതിൽ മുഴുവൻ നീ ഇങ്ങനെ കറണ്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? പിന്നെ നിന്റെ അത് എത്ര സെന്റ്, എത്ര പെരകളുണ്ട്? അത് 55 സെന്റ്. മാമൻ പറഞ്ഞു, മാമന്റെ പണി നിനക്കേ പണിയില്ലാതെ ഇറങ്ങണം, മാമനെങ്കിലും പണി ചെയ്തു. 50 സെന്റ് ഉണ്ട്. 50 സെന്റ് കറണ്ട് കൊടുക്കുമ്പോൾ എത്ര പൈസ ആവും? 55. ഒരുപാട് പൈസ ആവും. അതൊന്നും നടക്കൂല. നീ അതൊക്കെ ഒരുപാട് പണിയും. നീ എന്താ ആലോചിക്കണം? അല്ല, പണ്ട് ഞാൻ താമസിച്ചത് എൻ്റെ വീട്ടിലെ സ്വന്തം വീട്ടിലെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോഴ് ഞാൻ അടുത്തുള്ളൊരു പോസ്റ്റിൽ വലിഞ്ഞ് കയറിയിട്ട് 2 വയറിങ്ങനെ കൊടുത്തിട്ട് നേരെ നമ്മളെ വീട്ടിലൊരു ഇത് വെച്ച് കൊടുത്ത് അതിൽ ഞാൻ TV വരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്താലാ? അത് നല്ല ഐഡിയ. അതാണ്ട് ഊത്ത് വരെ കേട്ടു. കറക്റ്റ് ഐഡിയ ആണത്. നീ ഒരു കാര്യം ചെയ്യും, അങ്ങനെ തന്നെ ചെയ്യും. അതാകുമ്പോ കുഴപ്പമില്ല. അതാണ് ഞാൻ അളിയനെ വന്ന് കാണാൻ വേണ്ടി അളിയൻ്റെ അടുത്ത് വന്ന നല്ല ഐഡിയടാ അത്. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് കാണാം. അപ്പം എവിടെ പോണം? ഒരാഴ്ച പോണം. ഞാൻ പോകല്ല, നീ പോകും ജയിലിൽ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞല്ലേ നീ ഇറങ്ങുള്ളൂ. എടാ KSEB കറണ്ട് അടിച്ച് മാറ്റിയാ അവര് വെറുതെ വിടുമോ നിന്നെ? ഞാൻ എത്ര പണ്ടെന്ന് വിചാരിച്ച എന്നെ ഒരു പോലീസും പിടിക്കില്ല. ഞാൻ രാത്രി 11 മണി കഴിഞ്ഞിട്ട് പതുക്കെ പിയ്യാതിൽ കൊളുത്തും. എന്നിട്ട് അവിടെ ടാണി അടിച്ചിട്ട് ഇങ്ങനെ എൻ്റെ വയർ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് കറണ്ട് കൊടുത്തിട്ട് പോകും. ഇത് രാവിലെ 5 മണിക്കെടുത്തിട്ട് വയ്ക്കും. അപ്പോഴാ അതിൽ നിന്ന് കുറച്ച് കറണ്ടേ നിന്റെ ഇവിടെയും കൂടെ കൊടുക്കണം കേട്ടാ. കുറച്ചുകൂടെ ബുദ്ധി തെളിയിട്ട് നീ പോ. എൻ്റെ അടുത്ത് ഇനി കണ്ടുപോലെ നീ പോ. നീ എന്തൊരു പുല്ലാ ചെയ്യും. ഭാസ്കരൻ നായർ എവിടെ? എത്ര ബുദ്ധി ഇല്ലാത്തോണ്ടല്ലേ അളിയ ഇങ്ങനെ പറഞ്ഞിട്ട് പോണം. ഇത് രമേശ് ഒരു റോള് വേറെ വാങ്ങിക്കണം എന്നാ എല്ലാം സെറ്റ്.